ദോശമാവ് ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റ്സ് റെഡിയാക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് ദോശമാവ് ആട്ടോ ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് തലേ ദിവസം രാത്രി അരച്ചെടുത്ത ദോശമാവാണ്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ അരച്ചെടുത്ത് ഏകദേശം ഒരു 8 മണിക്കൂറേലും ഒന്ന് റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം അത് തയ്യാറാക്കാൻ. ഇനി ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രീൻ കളറുള്ള ഫുഡ് കളറാട്ടോ ചേർത്തെടുക്കുന്നത്. ഒരു 2 തുള്ളിയാണ് ചേർത്തെടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ദോശമാവ് കുറച്ച് ലൂസായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ഇനി കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടിക്കൊരു കറക്റ്റ് അളവൊന്നുമില്ല കേട്ടോ. നമ്മൾ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തി മാവിൻ്റെ മാതിരി ഒന്ന് കുഴച്ചെടുത്താൽ മതി. മാവ് ഉരുട്ടി ഷേപ്പാക്കി എടുക്കാൻ പറ്റുന്ന ആ പരുവത്തിലായി ഇരിക്കണം കേട്ടോ. ദോശമാവ് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് വെച്ചെങ്കിൽ മൈദപ്പൊടി ചേർത്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ലൂസായതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ആക്കി ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നടുവിൽ നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം. നമ്മൾ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നടുവിലൊരു ഹോൾ ഇട്ട് കൊടുക്കില്ല, അതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാതും ഇതുപോലെ ഹോൾ ചെയ്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി വലിയ ഹോൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം അത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ ഹോളൊക്കെ ചെറുതായിട്ട് വരുന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാതും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഷുഗർ സിറപ്പ് നൂൽ പരുവത്തിലാവുമെന്ന് വേണ്ടിട്ടോ, ജസ്റ്റ് ഒന്ന് മെൽറ്റായി വന്നാൽ മതി. ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്ക് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കാൻ. ദോശമാവ് ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് സമയത്ത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. ദോശമാവ് ആയതുകൊണ്ട് തന്നെ നല്ല സ്പോഞ്ച് പോലെ കേട്ടോ ഇതിൻ്റെ ഉൾഭാഗം. പുറത്ത് തന്നെ ക്രിസ്പായിട്ട് നിൽക്കുകയും ചെയ്യും. ഒട്ടും തന്നെ എണ്ണ കുടിക്കണ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ 2 ഭാഗവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റി നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കിയ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഷുഗർ സിറപ്പ് ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ചെറുതായി ചൂടാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് സമയം ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചാൽ മതി. അപ്പോഴേക്കന്നെ ഇതിലുള്ള ഷുഗറൊക്കെ ഇതിലോട്ട് വലിഞ്ഞിട്ടുണ്ടാവും.
അപ്പോൾ അതൊരു 10 മിനിറ്റ് ഇട്ട് വെച്ചപ്പോഴേക്കും നല്ല ഷുഗറൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ദോശമാവ് കൊണ്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്സ് ആട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.